ഫ്രാൻസിസ് ആലുക്കാസില. അപ്പൊ എന്തായാലും സ്വർണ്ണപ്പാലി കേസ് കറിയാം. ഓൾഡായ പീസുകളൊക്കെ എടുത്ത് കളയാൻ പറ. സാമിയിലെല്ലാം പോയിന്നാ പറഞ്ഞേട്ട്. ചേട്ടൻ കണ്ട മറ്റേ നമ്മുടെ പേര് ജയ 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 ഹേ. കൊള്ളാം കൊള്ളാം. ഇങ്ങനെ ഡാൻസ് കളിച്ചാൽ മതി, നമുക്ക് ഓട്ടോമാറ്റിക് തുടങ്ങണം. എന്ത് ചോദിക്കും ഇന്ന്? അത് തന്നെ ഞാൻ ചോദിക്കാൻ. എന്ത് ചോദ്യം? ഈ സമീപകാലത്ത് സർക്കാരിനെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കിയ ഒന്നായിരുന്നു ഈ ശബരിമല സ്വർണ്ണപ്പാളി കേസ്. അപ്പൊ അത് ഇടതുപക്ഷത്തിനെ ദോഷകരമായി ബാധിക്കുമോ എന്ന് ചോദിച്ചാലോ? ബാധിക്കോ? ചോദിച്ചു നോക്കാം. അപ്പൊ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ ശബരിമല സ്വർണ്ണപ്പാളി കേസ് സർക്കാരിന്, അതായത് ഇടതുപക്ഷത്തിനെ മോശമായിട്ട് അല്ലെങ്കിൽ അവർക്ക് ദോഷമായിട്ട് ബാധിക്കുമോ? ഒരു തദ്ദേശ സ്വയംഭരണം ആയതുകൊണ്ട് അത്രത്തോളം ബാധിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം കൂടുതലും ഇത്തരം തെരഞ്ഞെടുപ്പുകളിൽ ജനങ്ങളും ഇപ്പോൾ അവിടുത്തെ കാൻഡിഡേറ്റ്സിനായിരിക്കും കൂടുതൽ രാഷ്ട്രീയത്തെക്കാൾ കൂടുതൽ നോക്കിക്കാണുന്നത്. രണ്ട് രാഷ്ട്രീയമാണ്. അപ്പൊ എപ്പോഴും തല്ലായിരിക്കുമല്ലോ. രാഷ്ട്രീയമൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ഇല്ല. പേരക്കുട്ടിയാണോ ഇരിക്കുന്നത്? പറയില്ല. അതിനെ കുറിച്ച് എനിക്ക് കൂടുതൽ അറിയില്ല. ഞാന് സത്യം പറഞ്ഞാൽ ഇവിടെയുള്ള ആളല്ല. ഞാൻ ഖത്തറിലാ വർക്ക് ചെയ്യണം. നാട്ടില് നടക്കുന്ന സംഭവങ്ങളൊക്കെ അറിയാറുണ്ടോ? ഇവിടെ ഒരാൾ നമ്മളെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഒരു ക്യാമറാമാന്റെ പേരെന്താ? ഞാൻ കോൺഗ്രസ്സുകാരനോട് കമ്മ്യൂണിസ്റ്റുകാരനുമല്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ പേഴ്സണലായിട്ട് എനിക്ക് ഇഷ്ടമാണ്. ഭയങ്കര നല്ലൊരു ഇവരെ കൂടെ ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റിയ ഒരാള് രാഹുൽ മാങ്കൂട്ടത്തിൽ. അല്ലാതെ ഈ ഓൾഡായ പീസുകളൊക്കെ എടുത്ത് കളയാൻ പറ. നല്ല രാഷ്ട്രീയക്കാരനാണ്, BJP-കാരനാണ്. ഈ മണ്ഡലത്തിലെ ജനറൽ സെക്രട്ടറിയാണ്. ഇത്തവണ BJP നിയന്ത്രിക്കുന്ന ഒരു ഭരണമായിരിക്കും കോർപ്പറേഷനിൽ വരിക. സ്വർണ്ണപ്പാളി കേസൊക്കെ LDF-നെ ബാധിക്കുമോ? ഇലക്ഷൻ 100% ബാധിക്കും. കാരണം ശബരിമല മാത്രമല്ല, ബാക്കിയുള്ള സ്ഥലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ആ വിഷയത്തിൽ യഥാർത്ഥ കള്ളന്മാരെ പിടിക്കുക എന്നുള്ളതാണ് എൻ്റെ വിഷയം. ഈ പരിസരത്തൊന്നും അങ്ങനത്തെ തെരഞ്ഞെടുപ്പ് ചൂടില്ല. സ്ഥാനാർത്ഥികൾ ഇതിലൊക്കെ ചുമ്മാ ഇറങ്ങണം. നമുക്ക് സ്വർണ്ണപ്പാളിയായിട്ട് കുറെ ഏരിയകളിൽ ബാധിക്കുന്നത്, എല്ലാ ഏരിയയിലും പോകില്ല. ഇടതുപക്ഷത്തിനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. പക്ഷെ അതിനാണല്ലോ ഇപ്പൊ ഈ മറ്റേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് കൊണ്ടിട്ട് അതിപ്പോ ഇല്ലാത്ത മാതിരിയായി നിൽക്കുക. അപ്പൊ തെരഞ്ഞെടുപ്പ് എനിക്ക് വലിയ താല്പര്യമില്ല. കുറെ വർഷങ്ങളായി വോട്ടൊക്കെ കൊടുത്ത്. തിരുമുഖം കണി കണ്ടു നിൽക്കുമ്പോൾ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും. ശബരിമല സ്വർണ്ണപ്പാളി കേസൊക്കെ നോക്കിയായിരുന്നു. അതല്ല, സാമിയിലെല്ലാം പോയിന്നാ പറഞ്ഞേട്ട്. അതൊന്നും പറയാൻ പറ്റൂല. ഇടതുപക്ഷത്തിന് ബാധിക്കുക. അതിനു വേണ്ടിയല്ലേ ഇപ്പൊ മറ്റേ മാങ്കൂട്ടത്തിനെ അകത്താക്കിയേക്കണം. അപ്പൊ അത് പറഞ്ഞു പോയിക്കോളൂ ആൾക്കാർ. ബാധിക്കുമെന്നാണ് നമുക്ക് തോന്നുന്നത്. BJP ഗവൺമെന്റാണ് മുൻകയറി നിൽക്കണം. ഇപ്പോൾ മകൾക്കും മരുമകനും ബന്ധുജനങ്ങൾക്കും വേണ്ടി ജീവിക്കുന്ന ഈ സർക്കാരിനെ തുടച്ചു നീക്കാനാണ് കേരള ജനത, സാധാരണക്കാരായ LDF അനുഭാവികൾ പോലും CPM-കാർ പോലും ആഗ്രഹിക്കുന്നതാണ്. എനിക്ക് മാത്രമേ തോന്നിയോ? BJP വന്നാല് കേരളം രക്ഷപ്പെടും. കോൺഗ്രസ് ഒന്നും ചെയ്യാനും പറ്റില്ല. ഈ ഒരു തെരഞ്ഞെടുപ്പിലും അടുത്തൊരു തെരഞ്ഞെടുപ്പിലും എന്തായാലും ബാധിക്കും. ജനങ്ങളാണല്ലോ പ്രതികരിക്കേണ്ടതും വോട്ട് ചെയ്യേണ്ടതും. അപ്പം ജനങ്ങൾക്ക് സത്യാവസ്ഥ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇത്തവണത്തെ ഇലക്ഷനെ അത് ബാധിക്കുമെന്ന് തന്നെയാണ് അഭിപ്രായം. ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു ചതുരംഗ കളിയാണ്. ആരെ വേണേ എപ്പ വേണേലും തട്ടാം, ആർക്ക് എപ്പ വേണമെങ്കിലും വിജയിക്കുകയും ചെയ്യാം. അതുകൊണ്ട് ഈ വിഷയങ്ങളൊക്കെ ദോഷകരമായി ബാധിക്കാം. ചിലപ്പോ ഇതാരും മൈൻഡ് ചെയ്യാതിരിക്കാം. അതുകൊണ്ട് ഈ കരുനീക്കത്തിൽ ആര് വിജയിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പൊ ഓട്ടോമാറ്റിക് ഇവിടെ അവസാനിക്കുകയാണ്. നാളെ പുതിയൊരു ചോദ്യമായിട്ട് കാണാം. സൈനിങ് ഓഫ്, CP അഖില. ബൈ.